ബിന്ദുവായി നിലകൊള്ളുന്ന കേരളക്കരയിലേക്ക് ഇസ്ലാമിന്റെ ആഗമനമുണ്ടായിട്ടുള്ളത് എന്നത് ചരിത്ര സത്യമാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ ചരിത്രത്തിൽ കേരളീയ മുസ്ലിം സമൂഹത്തിന് ഏകദൈവ വിശ്വാസമായ തൗഹീദിന്റെ പ്രവാചകചര്യയായ സുന്നത്തിന്റെ മാർഗദർശനം നൽകിക്കൊണ്ട് നിസ്വാർത്ഥമായ ആദർശ പ്രവർത്തനമാണ് കേരളക്കരയിൽ ആരംഭിച്ചത്. ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ഇസ്ലാമിന്റെ പാവനമായ ആദർശത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആ ആദർശം സത്യസന്ധമായി നിസ്വാർത്ഥമായി നിഷ്കളങ്കമായി ഇവിടെയുള്ള നാനാജാതി മതസ്ഥരായ ജനങ്ങളിലേക്ക് സ്നേഹ സന്ദേശം എന്നുള്ള നിലയ്ക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് ഒറ്റയും തെറ്റേയുമായി ആരംഭിച്ച ഈ പ്രവർത്തനങ്ങൾ സംഘടിതമായ രൂപത്തിലേക്ക് കടന്നു വന്നതിന്റെ ചരിത്രം ഞാൻ വിശദീകരിക്കേണ്ടതില്ല. ഏത് കാലഘട്ടങ്ങളിലും ആർക്കു മുന്നിലും ആശയക്കുഴപ്പമോ എന്തെങ്കിലും നിലക്കുള്ള അഭിപ്രായ വ്യത്യാസമോ ഉണ്ടാകാനിടയില്ലാത്തവണ്ണം ഞാൻ നിങ്ങളെ ശുദ്ധമായ സ്വച്ഛമായ ധവളിമയാർന്ന പാതയിലാണ് ഉപേക്ഷിച്ചു പോകുന്നത് എന്ന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഹദീസിന്റെ വെളിച്ചത്തിൽ ഒരു കാലത്തും ആശയ കുഴപ്പമോ ഒരു കാലത്തും എന്തെങ്കിലും നിലക്കുള്ള കൺഫ്യൂഷനുകളോ ആർക്കും കടന്നു വരാതെ പരിശുദ്ധമായ ഇസ്ലാം, അതിന്റെ ആധാരശിലയായ തൗഹീദ്, അതിന്റെ പ്രമാണങ്ങളായ ഖുർആനും സുന്നത്തും ഈ ലോകമെമ്പാടും അത് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. മലയാളക്കരയിലും അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നുണ്ട്. ആദർശ പ്രബോധകർ ആദർശത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരുമിച്ച് മുന്നോട്ടു പോകുമ്പോൾ തന്നെ ഏത് കാലഘട്ടങ്ങളിലും വ്യത്യസ്തങ്ങളായ പരീക്ഷണങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളും ബുദ്ധിമുട്ടുകളും വൈതരണികളും ചരിത്രത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും അവർക്ക് തരണം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. മതപരമായ വിഷയങ്ങളിൽ പല നിലക്കുള്ള ആശയക്കുഴപ്പങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉയർന്നിട്ടുണ്ട്. വ്യക്തികളും കൂട്ടങ്ങളുമായി പലരും പല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്നും ഇന്നും ഖുർആൻ മുന്നോട്ട് വെച്ച പരിഹാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് ലോകമെമ്പാടുമുള്ള സലഫി ആദർശ കൂട്ടായ്മകൾ ആ പ്രതിസന്ധികളെ മറികടന്നിട്ടുള്ളത് എന്നത് ചരിത്ര സത്യമാണ്. അള്ളാഹുവിന്റെ ദീനിന്റെ വിഷയത്തിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടാകുമ്പോൾ അത് പരിശുദ്ധ ഖുർആനിലേക്കും പ്രവാചകചര്യയിലേക്കും മടക്കണമെന്നും ഖുർആനും ഹദീസും എന്താണോ പറയുന്നത് അവിടെ നിൽക്കണമെന്നും അതിനപ്പുറത്ത് പുതിയ വ്യാഖ്യാനങ്ങളോ പുതിയ വിശദീകരണങ്ങളോ പുതിയ നിർവചനങ്ങളോ കണ്ടുപിടിക്കേണ്ടതില്ലെന്നും നമ്മൾ തീരുമാനിച്ചുറപ്പിച്ചതുകൊണ്ടാണ് പല നിലക്കുള്ള പ്രതിസന്ധികൾ വലിയ സാഗരങ്ങൾ പോലെ മാമലകൾ പോലെ കടന്നു വന്നിട്ടും വളരെ അനായാസേന അതെല്ലാം മറികടക്കാൻ മുജാഹിദ് പ്രസ്ഥാനത്തിന്, ആദർശ പ്രവർത്തകർക്ക്, സലഫി കൂട്ടായ്മകൾക്ക് ലോകമെമ്പാടും വിശിഷ്യ കേരളത്തിലും സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ പ്രസ്ഥാനത്തിന്റെ തൗഹീദിനു വേണ്ടി ഒന്നാം സ്ഥാനം നൽകിക്കൊണ്ടുള്ള ആദർശ പ്രബോധനത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കണമെന്നുള്ള ഇസ്ലാമിന്റെ ബദ്ധശത്രുവായ പിശാചിന്റെ അജണ്ട അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ പല കാലഘട്ടങ്ങളിൽ നടന്നിട്ടുണ്ട്. അതിന്റെ ഏറ്റവും ദൂഷിതമായ ചില അനുഭവങ്ങൾ, അതിന്റെ ഏറ്റവും ഭീഷണമായ രൂപത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന വർത്തമാന കാല പരിസരത്ത് നിന്നുകൊണ്ട് നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുക്കേണ്ട ബാധ്യതയെക്കുറിച്ച് ഓർക്കുകയാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു സംഘത്തിന് വേണ്ടിയോ സംഘടനയ്ക്ക് വേണ്ടിയോ നേതാക്കന്മാർക്ക് വേണ്ടിയോ മഹല്ലിന് വേണ്ടിയോ ഭൂരിപക്ഷത്തിന് വേണ്ടിയോ ആൾക്കൂട്ടത്തിന് വേണ്ടിയോ അല്ല, മറിച്ച് നമ്മളുടെയൊക്കെ സ്വർഗപ്രവേശത്തിന് വേണ്ടിയും നരകമോചനത്തിന് വേണ്ടിയുമാണ് നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിന്റെ ദീൻ ഉൾക്കൊണ്ടുകൊണ്ട് തൗഹീദിന്റെ മാർഗത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടപ്പാടും അനുഭവിച്ചുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പ്രവർത്തന രംഗത്ത് നിന്ന് എന്തെല്ലാം വെല്ലുവിളികളും പരീക്ഷണങ്ങളും ബുദ്ധിമുട്ടുകളും എന്തെല്ലാം നിലക്കുള്ള പ്രതികൂലമായ നടപടികളും കടന്നു വന്നാൽ പോലും നാം സത്യമാണെന്ന് 100% സമ്പൂർണ്ണമാണെന്ന് വിശ്വസിക്കുന്ന തൗഹീദിൽ വെള്ളം ചേർക്കാനോ ആ പ്രബോധന പാതയിൽ നിന്ന് ഒരിഞ്ച് പോലും പിറകോട്ട് മാറാനോ സാധിക്കുകയില്ല യഥാർത്ഥ സലഫി പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളതിന്റെ തിരിച്ചറിവാണ് കഴിഞ്ഞ നാളുകളിൽ കേരളക്കരയിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്തോഷകരമായ ഒരു സാഹചര്യം. സഹോദരങ്ങളെ, ഈ സലഫി ആദർശത്തിനു വേണ്ടി വർഷങ്ങളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ആദർശ പ്രവർത്തകരെ മുഴുവനും, തൗഹീദിന്റെ പ്രബോധകരെ മുഴുവനും, തൗഹീദിനു വേണ്ടി പ്രസംഗിക്കുന്ന പ്രഭാഷകരെ മുഴുവനും ശിർക്കിന്റെ മുദ്രയടിക്കുകയും അവരൊക്കെ ശിർക്ക് പ്രചരിപ്പിക്കുന്നവരാണെന്ന് മുമ്പ് നമ്മുടെ സംഘടനയ്ക്ക് പുറത്തുള്ളവർ പറഞ്ഞിരുന്ന ആദർശം ഏറ്റെടുത്തുകൊണ്ട് ചില ആളുകൾ ചില വ്യക്തിപരമായ ഭൗതികമായ താൽപര്യങ്ങൾക്ക് വേണ്ടി അത് ഏറ്റുപറയാനും തുടങ്ങിയപ്പോൾ
സ്വാഭാവികമായി ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ആദർശബോധമുള്ളവരെ, ആദർശ പ്രബോധകരെ തുടച്ചു മാറ്റാനാവുന്ന രൂപത്തിൽ പല നിലക്കുള്ള കുരുട്ടുതന്ത്രങ്ങളുമായി പലരും കടന്നു വന്നിട്ടുണ്ട്. അതിന്റെ ഏറ്റവും ദുഃഖകരമായ ഒരു സാഹചര്യമാണ് കഴിഞ്ഞ നാളുകളിൽ പത്രത്തിലൂടെ നമ്മളൊക്കെ മനസ്സിലാക്കിയതുപോലെ ആദർശ പ്രസ്ഥാനത്തിന് താങ്ങും തണലുമായി നിൽക്കുന്ന കേരളത്തിലെ മുസ്ലിം യുവതയ്ക്ക്, കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തിന്, കേരളത്തിനകത്തും പുറത്തുമുള്ള മലയാളി കൂട്ടായ്മകൾക്ക് എന്നും ആദർശത്തിന്റെയും ധർമ്മബോധത്തിന്റെയും ധാർമ്മികതയുടെയും പക്വതയുടെയും മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും നല്ല പാത പകർന്നു നൽകിയിട്ടുള്ള കേരളത്തിലെ ഈ പ്രസ്ഥാനത്തിന്റെ ഏറ്റവും സജീവരായ പണ്ഡിതന്മാരെ, പ്രബോധകന്മാരെ മനഃപൂർവ്വം പ്രത്യേകമായ ചില മുദ്രകൾ ചാർത്തുകയും ശിർക്കിന്റെ പ്രചാരകരായി അവരെയൊക്കെ അപമാനിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതിന്റെ കൂടെ തന്നെ കേരളത്തിലെ ആദർശ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും സജീവമായി നിലനിൽക്കുന്ന യുവജന ഘടകമായ ISMനെയും വിദ്യാർത്ഥി ഘടകമായ MSMനെയും വനിതാ വിഭാഗമായ MGMനെയും സംസ്ഥാന തലം മുതൽ ശാഖാതലം വരെ പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് ഒരു വെള്ളക്കടലാസിൽ ഒപ്പിട്ടുകൊണ്ട് ആരൊക്കെയോ ചില ഗൂഢാലോചനയുടെ ഭാഗമായി ചില കാര്യങ്ങൾ പ്രചരിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, ഇവിടെ ഇത്തരമൊരു വേദി നമ്മൾ സംഘടിപ്പിച്ചത് ഇതിലേക്ക് വേണ്ടി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കിനായ സാധാരണക്കാരായ സലഫി പ്രവർത്തകർ ഒഴുകിയെത്തുന്നത് ആരുടെയും മുന്നിൽ വാശി തീർക്കാൻ വേണ്ടിയോ മത്സരം കാണിക്കാൻ വേണ്ടിയോ ശക്തി തെളിയിക്കാൻ വേണ്ടിയിട്ടോ അല്ല, എന്തെങ്കിലും നിലക്കുള്ള ഭൗതികമായ മാനദണ്ഡങ്ങളുടെ പേരിലുള്ള വിലപേശലിന് വേണ്ടിയിട്ടല്ല, മറിച്ച് സ്വന്തം കുടുംബത്തെക്കാളും സ്വന്തം ശരീരത്തെക്കാളും സ്വന്തം മാതാപിതാക്കളെക്കാളും ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ആദർശത്തെ, ആ തൗഹീദി ആദർശത്തിൽ വെള്ളം ചേർക്കാനും തൗഹീദുള്ള മുവഹിദുകളായ ആളുകളെ മുശ്രിക്കുകളായി മുദ്രകുത്താനും ശ്രമിച്ചപ്പോൾ ആരെങ്കിലുമൊക്കെ ചെയ്യുന്ന ചില ദുഷ്ട താൽപര്യങ്ങളുടെ പേരിൽ ചില ആളുകൾ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ പേരിൽ അവരോട് പിണക്കം നടിച്ചുകൊണ്ട് സലഫി ആദർശ പ്രബോധന ധാരയിൽ നിന്ന് പിറകോട്ടു പോകാൻ സന്നദ്ധമല്ല ഞങ്ങൾ എന്ന് വളരെ നിശബ്ദമായി വിനയപൂർവ്വം പ്രഖ്യാപിക്കുകയാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിലെ പ്രവർത്തകരും അതിലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് പ്രവർത്തകരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ ദീന് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെയും ബാധ്യതയാണ്. ആ ആദർശത്തെ എല്ലാ നിലക്കും നെഞ്ചിലേറ്റി മുന്നോട്ടു പോകാനും ഇതിനെക്കുറിച്ച് തെറ്റിദ്ധാരണയിൽ കഴിയുന്ന നാനാജാതി മതസ്ഥരായ ആളുകൾക്ക് ഇസ്ലാമിന്റെ സന്ദേശം ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതും ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെ എന്തെല്ലാം പ്രകോപനങ്ങളുണ്ടാക്കി ഈ സത്യപ്രസ്ഥാനത്തിൽ നിന്ന്, ഈ ആദർശ കൂട്ടായ്മയിൽ നിന്ന് പിറകോട്ട് മാറ്റി ഒരു വലിയ വിഭാഗം ആളുകളെ ഇതിൽ നിന്ന് പുറത്തേക്ക് നയിച്ച് എന്നിട്ട് ഈ സംഘടനയും സംഘടനയുടെ സ്ഥാപനങ്ങളും അതിന്റെ സ്ഥാവര ജംഗമ സ്വത്തുക്കളുമൊക്കെ സ്വന്തമാക്കി നിക്ഷിപ്തമായ താൽപര്യങ്ങൾ നടപ്പിലാക്കാം എന്ന് വ്യാമോഹിച്ചുകൊണ്ട് കഴിഞ്ഞുകൂടുന്ന ആളുകളോട് വളരെ വിനയമായി ഞങ്ങൾക്ക് പറയാനുള്ളത്, അള്ളാഹുവിന്റെ ദീനിന്റെ പ്രബോധന പ്രവർത്തനത്തിൽ നിന്ന് ഞങ്ങളെ പുറത്താക്കാൻ പടച്ചതമ്പുരാനല്ലാതെ മറ്റാർക്കും അവകാശമില്ല എന്നാണ്. അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്കുള്ള ഈ പ്രവർത്തനത്തിന് വേണ്ടി ഒരാളോട് വാശി കാണിക്കാനല്ല, വ്യക്തിപരമായ വൈരം തീർക്കാനല്ല, ആരുടെയും പേരിൽ സാമ്പത്തികമായ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടല്ല, പകരമായി പത്രസമ്മേളനം വിളിച്ചിട്ടോ പ്രകടനം നടത്തിയിട്ടോ വലിയ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ച് ശക്തി കാണിച്ചുകൊണ്ടോ അല്ല, നിശബ്ദമായി ഓരോ നാട്ടിൻപുറങ്ങളിലും ഓരോ നഗരപ്രദേശങ്ങളിലും ഓരോ വീട്ടിലും ഓരോ പരിസരങ്ങളിലും അള്ളാഹുവിന്റെ ദീൻ എത്തിച്ചു കൊടുക്കുക എന്നുള്ള സന്ദേശം അത് ഞങ്ങൾ പ്രബോധനം ചെയ്തുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും. ആ പ്രബോധന പ്രവർത്തനങ്ങളിൽ നിന്ന് എന്തെല്ലാം പ്രകോപനങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് പ്രശ്നക്കാരാണെന്ന് വരുത്തി തീർക്കാൻ കാരണമുണ്ടാക്കി ആ കാരണം വലുതാക്കി കാണിച്ച് പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഞങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ വേണ്ടി, ഞങ്ങളെ ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ ശത്രുക്കളാക്കി മാറ്റാൻ വേണ്ടി എത്ര മാസങ്ങളായി ശ്രമിച്ചു തുടങ്ങിയിട്ട് അവിടെയെല്ലാം പരാജയപ്പെടുകയല്ലേ ചെയ്തത്? തൗഹീദിന് വേണ്ടി ജീവിതം മുഴുവൻ ഒഴിഞ്ഞുവെച്ച ഈ പ്രസ്ഥാനത്തിന്റെ നിസ്വാർത്ഥരായ പ്രവർത്തകർ അവർ വാദപ്രതിവാദങ്ങൾ നടത്തിയും ഖണ്ഡനമണ്ഡനങ്ങൾ നടത്തിയും പ്രഭാഷണങ്ങൾ നടത്തിയും തൗഹീദ് പ്രചരിപ്പിച്ചപ്പോൾ അവരൊക്കെ ശിർക്കിലേക്ക് പോകുന്നുവെന്നും അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കാൻ അവരൊക്കെ ആഹ്വാനം ചെയ്യുന്നുവെന്നൊക്കെ പറഞ്ഞ് അവരെ പുറത്താക്കിയ ഒരു നടപടി ഉണ്ടായി. അന്ന് ഇത്തരം നിക്ഷിപ്ത താൽപര്യങ്ങളായി നടക്കുന്ന ചില ഒറ്റപ്പെട്ട വ്യക്തികൾ അവർ വിചാരിച്ചത് മുജാഹിദ് പ്രസ്ഥാനത്തിലെ സാധാരണ പ്രവർത്തകരും അതിന്റെ യുവജന വിദ്യാർത്ഥി ഘടകങ്ങളും അതിനെതിരെ ഇൻകുലാബുമായി രംഗത്ത് വരുമെന്നായിരുന്നു. പക്ഷേ വിനയവും സംയമനവും സമാധാനവും മാത്രം മുന്നിൽ കണ്ട് അള്ളാഹുവിന്റെ പ്രതിഫലം മാത്രം ആഗ്രഹിച്ച് പരലോകം ഭയന്ന് മുന്നോട്ട് പോകുന്ന ഇതിന്റെ പ്രവർത്തകരിൽ ആരുപോലും ഒരു ചെറു വിരൽ പോലും അതിനെതിരെ അനക്കിയിട്ടില്ല. ഈ പ്രസ്ഥാനത്തിന്റെ ഒരു വലിയ സമ്മേളനം നടക്കുന്ന സാഹചര്യത്തിൽ ആ സമ്മേളന പ്രവർത്തനങ്ങളിൽ നിന്ന് അവരെ തടയാൻ വേണ്ടി വളരെ ബോധപൂർവമായ പ്രവർത്തനങ്ങൾ നടന്നു. മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടക്കുന്ന സമയത്ത് കേരള നേതൃത്വ മുജാഹിദീൻ എന്ന് പറയുന്ന ബഹുജന സംഘടനയിലേക്ക്
ഈ പ്രസ്ഥാനത്തിലെ പ്രവർത്തകർ കടന്നുകൂടിയാൽ തങ്ങളുടെ സ്വാർത്ഥ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ കഴിയില്ല എന്ന് ഭയപ്പെട്ട ചില ആളുകൾ ISMന്റെയും MSMന്റെയും രംഗത്ത് പ്രവർത്തിക്കുന്ന ഈ തൗഹീദി ആദർശത്തിന് വേണ്ടി എന്തു ത്യാഗവും സഹിക്കാൻ തയ്യാറുള്ള ഓരോ നാട്ടിൻ പ്രദേശത്തെയും പള്ളികളിലും സ്ഥാപനങ്ങളിലും അതിന്റെ നടത്തിപ്പുകാരായി നിൽക്കുന്ന ആളുകളെ ഈ പ്രസ്ഥാനത്തിന്റെ മുഖ്യധാരയിൽ അകറ്റി നിർത്താൻ വേണ്ടി പ്രത്യേകമായ ചില അജണ്ടകൾ ഉണ്ടാക്കി ISMന്റെയും MSMന്റെയും മെമ്പർമാർക്ക് KNMൽ ഭാരവാഹിത്വം കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന ഏറ്റവും വിവാദമായ ഒരു സർക്കുലർ പുറത്തിറക്കുകയുണ്ടായി. പക്ഷേ അതിന്റെ പേരിൽ ഞങ്ങൾ ആരും പുറത്തേക്ക് സിന്ദാബാദ് വിളിച്ച് പുതിയ സംഘടനയുണ്ടാക്കി, പുതിയ ലെറ്റർ പേരടിച്ച്, പുതിയ ഓഫീസ് ഉണ്ടാക്കി എന്തെങ്കിലും നിലക്കുള്ള അവകാശവാദങ്ങളുമായി വന്ന് രാഷ്ട്രീയക്കാരോട് ബാർഗെയിൻ ചെയ്യുന്ന സ്വഭാവം ഉണ്ടായിട്ടില്ല. ഈ പ്രസ്ഥാനത്തിന്റെ സമ്മേളനം എന്ന് പറയുന്നത് 5 വർഷം കൂടുമ്പോൾ നടക്കുമ്പോൾ ആ സമ്മേളനത്തിലൂടെ പങ്കെടുക്കുന്ന ആയിരങ്ങളല്ല. ആ സമ്മേളനത്തിന്റെ ഭാഗമായി നാട്ടിന്റെ മുഴുവൻ പ്രദേശങ്ങളിലും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളുമായ സഹോദരങ്ങൾക്ക് ഞങ്ങൾ നടത്തുന്ന ദാവാ പ്രവർത്തനങ്ങളും ആദർശ പ്രബോധന പ്രവർത്തനങ്ങളുമാണ് അതിന്റെ ഏറ്റവും മഹിതമായ കാര്യമെന്ന് മനസ്സിലാക്കി സമ്മേളനത്തെ പ്രതീക്ഷിച്ചവർ ആ സമ്മേളനത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ട മുഴുവൻ ആളുകളെയും പല നിലക്കുള്ള കാരണങ്ങൾ പറഞ്ഞ് മാറ്റി നിർത്തിയിട്ട് കേവലം മനുഷ്യേതര ശക്തികളെ പറ്റിയുള്ള ചില വിശദീകരണങ്ങളും അതുപോലെയുള്ള ചില ഗ്രൂപ്പ് യോഗങ്ങളും മാത്രമാക്കി സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങളെ ചുരുക്കിക്കെട്ടിയപ്പോൾ പോലും ഞങ്ങൾക്ക് വേദനയുണ്ടായിരുന്നു, മനസ്സിലടങ്ങാത്ത നീറ്റലുണ്ടായിരുന്നു. പക്ഷേ ആദർശ പ്രസ്ഥാനം പിളർന്നു എന്ന ഒരിക്കലും കേൾക്കാനാവാത്ത ഒരു വാർത്ത കേരളത്തിലെ മുജാഹിദ് പ്രവർത്തകർക്കോ ഇവിടെയുള്ള പൊതുസമൂഹത്തിനോ ഞങ്ങൾ കാരണം കേൾക്കാൻ ഇടവരരുത് എന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തിന്റെ ഭാഗമായി അന്നും ഞങ്ങൾ ക്ഷമിച്ചു നിൽക്കുകയായിരുന്നു. സമ്മേളനത്തിന് വേണ്ടിയുള്ള പ്രോഗ്രാം നോട്ടീസ് ഇറങ്ങിയപ്പോൾ ഈ സംഘടനയുടെ ഉത്തരവാദപ്പെട്ട ഭാരവാഹികൾ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയും അടക്കമുള്ള ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇറങ്ങിയത്. 52ഓളം വരുന്ന ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പകൽ മുഴുവനും പണിയെടുക്കുന്ന, അതിനുവേണ്ടി പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുന്ന, അതിനുവേണ്ടി ഓരോ പ്രദേശത്തും ഓണം മൂലകളും കടന്നു ചെന്ന് തൗഹീദിന്റെ വാളുകൾ നടത്തുന്ന പണ്ഡിതന്മാരെയും പ്രബോധകന്മാരെയും മാറ്റി നിർത്തിക്കൊണ്ടുള്ള വെല്ലുവിളിയായി ഒരു സമ്മേളനം നടത്താൻ ശ്രമിച്ചപ്പോഴും ഞങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലെങ്കിലും ഞങ്ങൾക്ക് പ്രത്യേകമായ ഡ്യൂട്ടികൾ നൽകിയിട്ടില്ലെങ്കിലും പ്രസംഗിക്കാൻ സ്റ്റേജിൽ അവസരമില്ലെങ്കിലും ഈ പ്രസ്ഥാനം ഏതെങ്കിലും ചില ഗ്രൂപ്പ് നേതാക്കന്മാരുടേതല്ല. ഈ പ്രസ്ഥാനം ലോകത്ത് ഇസ്ലാം പ്രചരിപ്പിക്കുവാൻ വേണ്ടി രൂപം കൊണ്ട സംഘങ്ങളുടെ കൂട്ടത്തിൽ കേരളത്തിലെ സലഫി ആദർശ കൂട്ടായ്മയാണ്. ഏതെങ്കിലും 1-2 ആളുകൾ വിരലിലെണ്ണാവുന്ന ഗ്രൂപ്പ് നേതാക്കന്മാർ അവരുടെ വ്യക്തിപരമായ താൽപര്യത്തിന് വേണ്ടി താൽക്കാലികമായി ഈ സംഘടനയുടെ അധികാര പദവികൾ കൈവശം വെച്ചതാണെങ്കിൽ പോലും ഈ സംഘടനയെ തകർക്കാൻ ഞങ്ങൾ കൂട്ടുനിൽക്കില്ല. അതുകൊണ്ട് നിശബ്ദമായി ഈ സമ്മേളനത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഒരു പ്രയാസവും ഒരു പരിഭവവും ഒരു പിണക്കവും കാണിക്കാതെ അതിന്റെ വളണ്ടിയർമാരായി, അതിന്റെ പ്രവർത്തകന്മാരായി, അതിന്റെ അണിയറ ശില്പികളായി ഞങ്ങൾ ഓരോരുത്തരും പ്രവർത്തിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു നിലക്കും കേരളത്തിൽ മാത്രമല്ല ലോകത്തെവിടെയും ഒരു സംഘടനാ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത രൂപത്തിൽ വളരെ മോശമായ ചില പ്രവർത്തനങ്ങൾ നടന്നു. ISM MSM എന്ന് പറയുന്ന ഘടകങ്ങളെ സംസ്ഥാന തലം മുതൽ ശാഖാതലം വരെയുള്ള ഘടകങ്ങളെ പിരിച്ചുവിട്ടു എന്ന് പറഞ്ഞു. അന്നും ഞങ്ങൾ സ്വതന്ത്രമായി ഒരു സമരപ്രഖ്യാപനം നടത്തിയിട്ടില്ല, ഇൻകിലാബ് വിളിച്ചിട്ടില്ല. സഹോദരങ്ങളെ, നമ്മുടെ ഈ മുജാഹിദ് സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നിർവഹിക്കേണ്ട ആദരണീയനായ ഹുസൈൻ സലഫി ഇതാ നമ്മുടെ സദസ്സിലെത്തി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഇപ്പോഴും പറയാനുള്ളത്, എപ്പോഴും പറയാനുള്ളത്, ഏതെങ്കിലും വ്യക്തികൾ ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ വ്യക്തികളുടെ അജണ്ട സാക്ഷാത്കരിക്കുന്ന രൂപത്തിൽ ഈ പ്രസ്ഥാനത്തെ തകർക്കുന്ന അയ്യാം പാറ്റകളായി നിൽക്കാൻ ഒരു മുജാഹിദ് പ്രവർത്തകനും കഴിയില്ല എന്നാണ്. വെല്ലുവിളികൾ ഞങ്ങൾക്കില്ല, മത്സരമില്ല, പകരത്തിനു പകരമായി പത്രസമ്മേളനമില്ല, ബദൽ സംഘടനകളില്ല. പക്ഷേ അള്ളാഹുവിന്റെ പേരിൽ ഞങ്ങൾ ഏറ്റെടുത്ത ഉത്തരവാദിത്തമുണ്ടല്ലോ, ദീന് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം. അത് പൊതുജനങ്ങൾക്കാണെങ്കിലും അത് യുവജനങ്ങൾക്കാണെങ്കിലും അത് വിദ്യാർത്ഥി സമൂഹത്തിനാണെങ്കിലും അത് എത്തിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംഘടനയോ മറ്റുള്ള പ്രതിബന്ധങ്ങളോ തടസ്സമായി നിന്നാലും അത്തരം തടസ്സങ്ങളെല്ലാം താൽക്കാലിക തടസ്സങ്ങളാണ്. ജനങ്ങൾ തെറ്റിദ്ധരിച്ച് മാറി നിൽക്കുന്ന സാധാരണക്കാരായ ജനങ്ങൾ അവരിപ്പോൾ ഞങ്ങളെ സംശയിക്കുന്നത് മറ്റു പല പേരുകളിലുമാണെങ്കിലും അവരോടാരോടും പരിഭവമില്ലാതെ സത്യം മനസ്സിലാക്കുമ്പോൾ, കാര്യങ്ങൾ വെളിച്ചത്ത് വരുമ്പോൾ അവരും ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ പ്രബോധനധാരയിൽ അവർ വന്നു ചേരുമെന്നുള്ള ആത്മാർത്ഥമായ ശുഭാപ്തി വിശ്വാസത്തിന്റെ ഭാഗമായി ആദർശ പ്രബോധന പ്രവർത്തനങ്ങളുമായി ഈ സംഘം മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായി നാടിന്റെ മുഴുവൻ പ്രദേശങ്ങളിലും ധാരാളക്കണക്കിന് സമ്മേളനങ്ങൾ, പരിപാടികൾ ഇതിനകം ഞങ്ങൾക്ക് അൽഹംദുലില്ലാഹ് സംഘടിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞു. ചാവക്കാട് വെച്ച് നടന്ന ഐതിഹാസികമായ മന്ദലാംകുന്ന് മുജാഹിദ് സമ്മേളനത്തിൽ പങ്കെടുത്ത ആയിരക്കണക്കിന് പ്രവർത്തകർ അവിടെ നിന്ന് ലഭിച്ച ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും സന്ദേശം
അവരുടെ നാട്ടുകളിൽ പറയാൻ തുടങ്ങിയപ്പോൾ, പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ അതിന്റെ മാറ്റം ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. അൽഹംദുലില്ലാ. ഈ പ്രബോധന രംഗത്ത് നമ്മൾ തുടങ്ങിവെച്ച സാൽവേഷൻ പോലെയുള്ള, ലൈറ്റ് പോലെയുള്ള എക്സിബിഷനുകൾ പോലെ തന്നെ നമ്മൾ തുടങ്ങിവെച്ച ഇൻസൈറ്റ് എക്സിബിഷൻ, അതിന്റെ തുടക്കം പെരിന്തൽമണ്ണയിൽ നടത്തിയപ്പോൾ നാനാജാതി മതസ്ഥരായ ആളുകൾ അതിലേക്ക് ഒഴുകിയെത്തി ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ തയ്യാറായി എന്നുള്ളത് സന്തോഷകരമായ കാര്യമാണ്. ഇങ്ങനെ നാടിന്റെ നാനാഭാഗത്തും ISM-ന്റെയും MSM-ന്റെയും നാടൻ പ്രാദേശിക ശാഖകളിൽ KNM-ന്റെയും പേരിൽ അതിശക്തമായ ദാവാ പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഒരു കാര്യം മാത്രം ഇവിടെയുള്ള മുഴുവൻ സഹോദരങ്ങളോടും സ്നേഹബോധ്യ ഉണർത്തുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നത്. കേരളത്തിൽ ദീനീ ബോധമുള്ള അഭ്യസ്തവിദ്യരായ ഡോക്ടർമാരും എഞ്ചിനീയർമാരും അടക്കമുള്ള ഒരു വലിയ തലമുറയെ വാർത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ദീന് അനുഷ്ഠിക്കുന്നതും നമസ്കരിക്കുന്നതും തൗഹീദ് പ്രബോധനം ചെയ്യുന്നതും താടി വെക്കുന്നതും വസ്ത്രം ഞെരിയാണിക്ക് മീതെ പുരുഷന്മാർ സ്വീകരിക്കുന്നതുമൊക്കെ ഭീകരവാദത്തിന്റെ ലക്ഷണമായി മുസ്ലിങ്ങളിൽപ്പെട്ടവർ തന്നെ പ്രചരിപ്പിക്കുമ്പോൾ, ലോക മീഡിയ അതേറ്റെടുക്കുമ്പോൾ താടി നീട്ടി വളർത്തിയ പടച്ചവനെ പേടിയുള്ള പരലോകബോധമുള്ള ഡോക്ടർമാരെയും എഞ്ചിനീയർമാരെയും വളർത്തിക്കൊണ്ടുവരുന്നതിന് കഴിഞ്ഞ 17 വർഷമായി MSM എന്ന് പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനം അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രോഫ്കോൺ സമ്മേളനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. നേരിട്ട് പ്രോഫ്കോൺ പങ്കെടുത്തിട്ടില്ലെങ്കിലും ആ പ്രോഫ്കോണിന്റെ ഭംഗിയും അതിന്റെ ഗാംഭീര്യവും അവിടെ പങ്കെടുക്കുന്ന ആയിരക്കണക്കിന് പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ, അവർ മെഡിക്കൽ കോളേജുകളിലുള്ളവരാവാം, അവർ എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികളാവാം, അവർ ലോ കോളേജിൽ പഠിക്കുന്നവരാകാം, നഴ്സിംഗ് കോളേജിലോ ഫാർമസി കോളേജിലോ പഠിക്കുന്നവരാകാം. അങ്ങനെയുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ അവരുടെ ജീവിതത്തിന്റെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് അള്ളാഹുവിന്റെ ദീൻ പഠിക്കാൻ വേണ്ടി കടന്നു വരുമ്പോൾ അതിൽ മുസ്ലിങ്ങളുണ്ട്, മുസ്ലിങ്ങളല്ലാത്തവരുണ്ട്. അവർ സത്യസന്ധമായ ദീനിന്റെ സന്ദേശം മനസ്സിലാക്കി ഇസ്ലാമിന്റെ സമാധാന സന്ദേശം ഉൾക്കൊണ്ട് പടച്ചവനെ പേടിയുള്ളവരായി മാറുന്ന ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഞാൻ ദീർഘിച്ച് സംസാരിക്കുന്നില്ല. സഹോദരങ്ങളെ, എല്ലാ വർഷവും നടത്തിവരുന്നത് പോലെ മാർച്ച് മാസത്തിൽ നമ്മൾ എല്ലാ വർഷത്തെയും പോലെ ഇപ്രാവശ്യവും അത് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് മാർച്ച് 8, 9, 10 തീയതികളിൽ നമ്മളുടെ ഈ നഗരി ഉൾക്കൊള്ളുന്ന മലപ്പുറം ജില്ലയിൽ മലപ്പുറത്ത് വെച്ചാണ് ഇൻഷാ അല്ലാഹ് 17ാമത് ദേശീയ പ്രൊഫഷണൽ വിദ്യാർത്ഥി സമ്മേളനം നമ്മൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഇവിടെ കൂടിയിട്ടുള്ള രക്ഷിതാക്കളോട്, വിദ്യാർത്ഥി സഹോദരങ്ങളോട്, യുവജനങ്ങളോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളുടെയൊക്കെ പരിചയത്തിലും കുടുംബത്തിലുമൊക്കെയുള്ള ഒരുപാട് പ്രൊഫഷണൽ വിദ്യാർത്ഥികളുണ്ട്. മെഡിക്കൽ കോളേജിലും എഞ്ചിനീയറിംഗ് കോളേജിലും നഴ്സിംഗ് ഫാർമസി കോളേജുകളിലും പഠിക്കുന്ന കുട്ടികൾ, അവർക്ക് ദീൻ എത്തിച്ചു കൊടുക്കാൻ അവരുടേതായ രൂപത്തിൽ പണ്ഡിതന്മാർ ക്യാമ്പ് ചെയ്തുകൊണ്ട് മതം പഠിപ്പിക്കുന്ന പ്രബോധന പരിപാടിയാണ്. ആ പ്രോഫ്കോൺ സംഘടിപ്പിക്കാൻ ഇത്രയും കാലം ആരാണോ സംഘടിപ്പിച്ചത് അവർക്ക് മാത്രമേ കഴിയൂ എന്നുള്ളത് സത്യമാണ്. അതേ പേരുപയോഗിച്ചുകൊണ്ടോ അതേ സ്വഭാവം ഉപയോഗിച്ചുകൊണ്ടോ ആരെങ്കിലും എന്തെങ്കിലും നിലക്കുള്ള ചില തറവേലകൾ നടത്താൻ വേണ്ടി എന്തെല്ലാം ശ്രമങ്ങൾ നടത്തിയാലും അത്തരം ശ്രമങ്ങൾക്ക് ഒരു മത്സരത്തിന്റെ ഒരു ഗൗരവം പകരാതെ ആത്മാർത്ഥതയോടുകൂടി ശുദ്ധമായ നീയത്തോടുകൂടി അള്ളാഹുവിന്റെ ദീന് പ്രബോധനം ചെയ്യാൻ ഇപ്രാവശ്യവും മാർച്ച് 8, 9, 10 തീയതികളിൽ പ്രോഫ്കോൺ മലപ്പുറത്ത് നടക്കുമ്പോൾ ഈ സംരംഭത്തിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും നിങ്ങളാൽ കഴിയുന്ന രൂപത്തിലുള്ള സഹായ സഹകരണങ്ങൾ ചെയ്യണമേ എന്ന് മാത്രമാണ് ഈ മുഖ്യപ്രഭാഷണത്തിന്റെ തൊട്ടുമുമ്പുള്ള സമയത്ത് എനിക്ക് ബോധ്യപ്പെടുത്താനുള്ളത്. നിങ്ങളുടെയൊക്കെ നാട്ടിലുള്ള മുഴുവൻ പ്രൊഫഷണൽ വിദ്യാർത്ഥികൾ, അവരുടെ ജാതി പ്രശ്നമല്ല, അവരുടെ മതം പ്രശ്നമല്ല, അവരുടെ സംഘടന പ്രശ്നമല്ല, അവർ ശാസ്ത്രം പഠിക്കുന്നവരാണ്, അവർ ഭൗതിക വിദ്യാഭ്യാസം നേടുന്നവരാണ്. അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്താൽ, അവർക്ക് പരലോകം പരിചയപ്പെടുത്തി കൊടുത്താൽ, അവർക്ക് തൗഹീദുള്ളവരായി മാറിയാൽ അവർ നമ്മൾ ഈ നാടിന്റെ ഏറ്റവും നല്ല പ്രതീക്ഷകളായി മാറും. അവരുടെ പരലോകവും അവരുടെ കുടുംബത്തിന്റെ പരലോകവും രക്ഷപ്പെടാൻ അത് കാരണമായേക്കും എന്ന നിയ്യത്തോടുകൂടി നിങ്ങളാൽ സാധിക്കുന്ന വിധം അതിന്റെ പ്രവർത്തനങ്ങളിൽ ഓരോരുത്തരും പങ്കെടുക്കണം. നിങ്ങളാൽ സാധിക്കുന്ന വിധം അതിനെ സഹകരിക്കണം. അതിനെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ചില ശ്രമങ്ങൾ അത് നിസ്സാരമാക്കി തള്ളിക്കളയാൻ പടച്ചതമ്പുരാന്റെ സഹായമുണ്ടാകാൻ നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണം എന്ന് മാത്രമാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. പ്രോഫ്കോണിൽ നിങ്ങൾക്ക് പരിചയമുള്ള വിദ്യാർത്ഥികളുടെ അഡ്രസ് കൊടുക്കാൻ വേണ്ടി ഇവിടെ വളണ്ടിയർമാർ, MSM-ന്റെ പ്രവർത്തകർ അതിന്റെ ഡാറ്റാ ഫോമുകൾ ഇവിടെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ ഏറ്റുവാങ്ങി നിങ്ങളെക്കൊണ്ട് കഴിയുന്ന പരമാവധി കുട്ടികളുടെ അഡ്രസ്സും ഫോൺ നമ്പറും കൊടുത്ത് നിങ്ങളുടെ വീട്ടിൽ നിന്ന്, നിങ്ങളുടെ നാട്ടിൽ നിന്ന് മാർച്ച് 8-ാം തീയതി വൈകുന്നേരം 3 മണിയാകുമ്പോഴേക്കും മലപ്പുറത്തെ പ്രോഫ്കോൺ നഗരിയിലേക്ക് വിദ്യാർത്ഥികൾ ഒഴുകുന്ന രൂപത്തിലുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകണം. അതിനെ സാമ്പത്തികമായി മറ്റു നിലയ്ക്ക് നിങ്ങളാൽ കഴിയുന്ന വിധം സഹായിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ആദർശ മുന്നേറ്റത്തിൽ വ്യക്തിപരമായ വിഷയങ്ങൾ കടന്നുവരാതെ, മറ്റു നിലയ്ക്കുള്ള സ്വാർത്ഥതകൾ കടന്നുവരാതെ, ഭൗതിക താൽപര്യങ്ങൾ കടന്നുവരാതെ അള്ളാഹുവിന്റെ സഹായത്തിൽ മാത്രം ഭരമേൽപ്പിച്ചുകൊണ്ട് നിസ്വാർത്ഥമായ മനസ്സുമായി, നിഷ്കളങ്കമായ ഹൃദയവുമായി ആദർശ പ്രബോധന പ്രവർത്തനത്തിൽ നിന്ന് നമ്മളെ പുറത്താക്കാൻ പടച്ചതമ്പുരാന് മാത്രമേ കഴിയൂ. സ്വർഗത്തിന്റെ വഴിയിൽ നിന്ന് പുറത്താക്കാൻ ആര് ശ്രമിച്ചാലും
ഞങ്ങൾ പുറത്തു പോകില്ല എന്ന് ഏറ്റവും വിനയമുള്ള മനസ്സോടെ പ്രഖ്യാപിച്ചുകൊണ്ട് ആദർശ പ്രബോധന പ്രവർത്തനങ്ങളിൽ എല്ലാവരും സാക്ഷികളാകണേ, കഴിയുന്ന വിധം സഹകരിക്കണേ എന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. ഈ സമ്മേളനത്തിന്റെ പ്രൗഢമായ മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി ഷാർജ ഇന്ത്യൻ ഇസ്ലാഹി സെന്ററിന്റെ പ്രസിഡന്റും ആദരണീയ പണ്ഡിതനും പ്രഭാഷകനുമായ ബഹുമാന്യനായ ഹുസൈൻ സലഫി അവർകളെ ക്ഷണിക്കുന്നു. സഹോദരങ്ങളെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മളുടെ ഈ സമ്മേളന നഗരിയിൽ 10,000-കണക്കിന് ആളുകൾക്ക് ഉൾക്കൊള്ളാനുള്ള സൗകര്യം നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട്. ആ സൗകര്യം ഏറ്റവും പ്രധാനപ്പെട്ടത് ഗ്യാലറിയിലാണ്. ഗ്യാലറിയിൽ ഇപ്പോൾ ഇരിക്കുന്ന മുഴുവൻ സഹോദരങ്ങളും അവരുടെ കാലുകൾ വെച്ചിട്ടുള്ള ഗ്യാലറിയിലെ പടവുകൾ ആ ചവിട്ടുപടിയാക്കി ഉപയോഗിക്കരുത്. അവിടെ നിർബന്ധമായി നിങ്ങളുടെ കാലുകൾ ഓരോ പടിയിലുള്ള ആളുകളും ദയവ് ചെയ്ത് മുകളിലെ പടിയിലേക്ക് കയറിയിരിക്കണം. ഇപ്പോൾ ഇരിക്കുന്നതിന്റെ ഇരട്ടി ആളുകളെ നമുക്ക് ഗ്യാലറിയിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. ദയവ് ചെയ്ത് ഇപ്പോൾ ഇരിക്കുന്ന ഓരോ ചവിട്ടുപടിയിലെയും മുജാഹിദ് സഹോദരങ്ങൾ തൊട്ടു മുകളിലുള്ള പടിയിലേക്ക് വളരെ നിശബ്ദമായി കയറിയിരിക്കണം. 2 മിനിറ്റ് കൊണ്ട് നമ്മളെല്ലാവരും ആ നിലയ്ക്ക് കയറിയിരിക്കുകയാണ്. പുറത്തുള്ള നിൽക്കുന്ന മുഴുവൻ സഹോദരങ്ങളും ഇതാ ഈ സ്റ്റേഡിയത്തിന്റെ നിങ്ങളുടെ ഭാഗത്ത് വലതുഭാഗത്തുള്ള ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച ഗാലറിയിൽ ധാരാളം ആളുകൾക്ക് ഇനിയും ഇതിന്റെ കിഴക്കുവശത്ത് സൗകര്യമുണ്ട്. അതേപോലെ ഈ സ്റ്റേഡിയത്തിന്റെ കിഴക്കുവശത്തുള്ള ഗാലറിയിൽ ഇരുന്നാൽ കാണുന്ന വിധം വലിയ സ്ക്രീൻ അവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. ആ ഭാഗത്തേക്ക് ആരും എത്തിക്കാണുന്നില്ല. പുറത്തു നിൽക്കുന്ന സഹോദരങ്ങൾ ഇനിയും അകത്തേക്ക് കയറിയിരിക്കാവുന്നതാണ്. പടിഞ്ഞാറ് വശത്തുള്ള ഗാലറിയിലെ ആളുകൾ അവരുടെ ചവിട്ടുപടിയിൽ ഒന്നുകൂടി മുകളിലോട്ട് കയറിയിരിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, തൊട്ടടുത്തുള്ള ആളുകളെ നമ്മളൊന്ന് ഓർമ്മപ്പെടുത്തണം. അങ്ങനെ കയറിയിരുന്നാൽ ഇനിയും ആളുകളെ നമ്മൾക്കതിൽ ഉൾക്കൊള്ളിക്കാൻ സാധിക്കും. ഒരുപാട് സഹോദരങ്ങൾ പുറത്തു നിൽക്കുകയാണ്. സഹോദരങ്ങളെ, നമ്മളുടെ ഈ പരിപാടിയുടെ ഭാഗമായി ഇവിടെ തിരൂരിലെ സലഫി പ്രവർത്തകർ ഈ പരിപാടിയുടെ സംഘാടനത്തിനു വേണ്ടി അതിനാവശ്യമായ ഫണ്ടിലേക്കുള്ള ചെറിയ ഒരു വിഹിതം നിങ്ങളിൽ നിന്ന് ആവശ്യപ്പെടുന്നുണ്ട്. നമ്മളുടെ വളണ്ടിയർമാർ ഒരു ബോക്സുമായി നിങ്ങളെ സമീപിക്കുമ്പോൾ നിങ്ങളെല്ലാവരും അതിനെ സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഗാലറിയുടെ വിഷയം ഒന്നുകൂടി എല്ലാവരും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ സുഗമമായി നമുക്ക് ഈ പ്രോഗ്രാം ശ്രദ്ധിക്കുകയും ശ്രവിക്കുകയും ചെയ്യാൻ സാധിക്കും. സഹോദരന്മാരെ, ഇടയ്ക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, പാലക്കാട് ജില്ലയിൽ നമുക്ക് പരിചിതമായ സ്ഥലമാണ് പുത്തരിപ്പാടം. മരവള്ളിയോട് പ്രാർത്ഥിക്കുന്ന ക്ലിപ്പുകൾ കാണാത്തവർ നമ്മുടെ കൂട്ടത്തിലുണ്ടാവില്ല. ആ പ്രദേശം ഉൾക്കൊള്ളുന്ന പുതുക്കോട് എന്ന സ്ഥലത്തെ നമ്മുടെ പ്രവർത്തകന്മാർ ഒരു പള്ളിക്ക് വേണ്ടി സ്ഥലം വാങ്ങി അതിന്റെ ആവശ്യാർത്ഥം നമ്മുടെ സഹായം കൂടി അവർ പ്രതീക്ഷിക്കുന്നു. അവർ ഗാലറിക്ക് പുറത്തുണ്ട്. കഴിയുന്ന ആളുകൾ സഹകരിക്കണം എന്ന് പ്രത്യേകം അറിയിക്കുന്നു.